ഇന്നലെ രാത്രി എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റിൽ വരുമ്പോഴാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. ഏതായാലും നമുക്ക് കെ രാധാകൃഷ്ണൻ എം പിയും ഉൾപ്പെടെ 5 MP ആ വിമാനത്തിലുണ്ടായിരുന്നു. അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. ഇന്നലെ വൈകിട്ട് 7:30 വന്ന വിമാനത്തിലാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. എന്താണ് സംഭവിച്ചത്? ഇന്നലെ തിരുവനന്തപുരത്ത് നിന്നാണ് ഞാൻ വരാൻ വേണ്ടി. അവിടെ പാർട്ടിയുടെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ 7:15 എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റ് ഡൽഹിക്ക്. അതിലാണ് വരാൻ തീരുമാനിച്ചത്. 6:15 തന്നെ ഞങ്ങളെല്ലാം എത്തിയിരുന്നു. ഞാനുണ്ടായിരുന്നു, KC വേണുഗോപാൽ ഉണ്ടായിരുന്നു, കൊടിക്കുന്ന് സുരേഷ് ഉണ്ടായിരുന്നു, അടൂർ പ്രകാശ് ഉണ്ടായിരുന്നു, തിരുനെൽവേലി MP റോബർട്ട് ഉൾപ്പെടെ 5 MP നമ്മുടെ അഡീഷണൽ ചീഫ് സെക്രട്ടറി ജ്യോതി ലാൽ ഉണ്ടായിരുന്നു. അങ്ങനെ വിദേശത്തേക്ക് പോകുന്ന യാത്രക്കാരെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ വൈകിട്ടാണ് അവിടെ നിന്ന് പുറപ്പെട്ടത്. 7:15 പുറപ്പെടേണ്ടത് 7:45 കഴിഞ്ഞതിന് ശേഷമാണ് അവിടുന്ന് പുറപ്പെട്ടത്. 1 മണിക്കൂറിന് ശേഷം പൈലറ്റിൻ്റേതായിട്ടുള്ളൊരു അനൗൺസ്മെൻറ്റ് വന്നു. നമ്മുടെ ഫ്ലൈറ്റ് റഡാർ സിസ്റ്റത്തിൽ നിന്ന് മാറി കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കറക്റ്റായിട്ടുള്ള ഒരു റൂട്ട് ഡൽഹിക്ക് കിട്ടുന്നില്ല. അതുകൊണ്ട് നമ്മൾ ചെന്നൈ എയർപോർട്ടിൽ ഇറങ്ങാനുള്ള സാധ്യതയുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് വന്നു. അപ്പോൾ അതിന് കുഴപ്പമില്ല, ചെന്നൈ എയർപോർട്ടിൽ ഇറങ്ങാമെന്നുള്ള രീതിയിൽ എല്ലാവരും ഇരുന്നു. അപ്പോൾ ചെന്നൈ എയർപോർട്ടിൽ ഇറങ്ങാൻ വേണ്ടി വരുന്ന സമയത്ത് അവിടെ ഏകദേശം ലാൻഡ് ചെയ്യേണ്ട ഒരു സമയമായപ്പോഴാണ് പെട്ടെന്ന് വീണ്ടും ഫ്ലൈറ്റ് മുകളിലേക്ക് പോകുന്ന ഒരു സ്ഥിതി ഉണ്ടായി. പിന്നെ പോയിട്ട് ഒരു അരമണിക്കൂറിലധികം കറങ്ങിയതിന് ശേഷമാണ് പിന്നെ ലാൻഡ് ചെയ്യാൻ പറ്റും. പക്ഷേ ആ ലാൻഡ് ചെയ്യുന്ന സമയത്ത് അവിടെ റൺവേയിൽ വേറെ ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു. ഒരു പക്ഷേ ആ സമയത്ത് ലാൻഡ് ചെയ്യായിരുന്നെങ്കിൽ ആ ഫ്ലൈറ്റും ഞങ്ങൾ വന്ന ഫ്ലൈറ്റും കൂട്ടിയിരിക്കാൻ സാധ്യതയുണ്ടെന്നാണ് പറയാൻ. കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അറിയില്ല. അപ്പോൾ അതുകൊണ്ട് അതിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് പൈലറ്റ് മുകളിലേക്ക് ഫ്ലൈറ്റ് പെട്ടെന്ന് എടുത്തത്. അപ്പോൾ വലിയൊരു ദുരന്തം ഒഴിവായി എന്നുള്ള രീതിയിലാണ് പൊതുവെ അതിന് ശേഷം ചർച്ച ചെയ്യുന്നത്. ഞങ്ങൾ ചെന്നൈ എയർപോർട്ട് വന്നതിന് ശേഷം വേറൊരു എയർ ഇന്ത്യ ഫ്ലൈറ്റ് ഏർപ്പെടുത്തി അതിലാണ് ഞങ്ങളിവിടെ വന്നത്. വരുമ്പോൾ ഏകദേശം 4 മണി ആവുന്ന സ്ഥിതിയുണ്ടായി. 160-ലധികം യാത്രക്കാരുണ്ട്. അപ്പോൾ യാത്രക്കാരൊക്കെ വളരെയധികം ഭയചകിതരായ സാഹചര്യമായിരുന്നു. കുട്ടികളും ഒക്കെ യാത്രക്കാർ, ഫാമിലി ആയിരുന്നു കൂടുതലുണ്ടായിരുന്നത്. അവരൊക്കെ ചെറിയ പാനിക്കായി. എന്നാലും പക്ഷേ അത്ര വലിയൊരു ബഹളോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. എല്ലാവരും സംയമനം പാലിച്ച് തന്നെ ഇരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കിയത്. പ്രത്യേകിച്ച് നമുക്കറിയാം, ഇപ്പോൾ ഈ അഹമ്മദാബാദിലെ വിമാനം ഉണ്ടായിട്ട് ദിവസങ്ങളായുള്ളൂ. അപ്പോൾ അതിൻ്റെ നടക്കമുണ്ട്. ഇപ്പോൾ ലോകത്ത് പല സ്ഥലത്തു നിന്നുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. വിമാന ദുരന്തങ്ങളൊരു വാർത്ത. അഹമ്മദാബാദിലാണ് അടുത്ത ദിവസം ഏറ്റവും വലിയ ദുരന്തമുണ്ടായത്. കുറേ കൂടി ഇക്കാര്യത്തിൽ ശ്രദ്ധ വേണ്ടതുണ്ട്. പഴയ വിമാനമാണോ, നമ്മുടെ സിസ്റ്റം മാറ്റേണ്ടതുണ്ടോ, അതൊക്കെ കാര്യങ്ങളെല്ലാം തന്നെ തീർച്ചയായിട്ടും അധികാരികൾ വലിയ ഗൗരവത്തോടുകൂടി ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ്. ആയിരക്കണക്കിന് ആളുകളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടാണ് ഈ വിമാനം. എത്ര ദുരിതം കുറഞ്ഞ യാത്രയാണെന്നാണ് പലപ്പോഴും പറയുന്നെങ്കിലും അതിപ്പോൾ പലപ്പോഴും ദുരന്ത യാത്രകളായി മാറുന്നു എന്നുള്ളത് വളരെ ഗൗരവത്തോടു കൂടി കേന്ദ്ര ഗവൺമെൻറ്റും വിവിധ ഏജൻസികളും അത് കൈകാര്യം ചെയ്യണമെന്ന് ഇന്നലെ തന്നെ ആവശ്യപ്പെടുകയും ചെയ്തു. ഇപ്പോഴും ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് എയർ ഇന്ത്യയാണ്. അപ്പോൾ എയർ ഇന്ത്യ നമുക്കറിയാം സ്വകാര്യവൽക്കരിക്കുമ്പോൾ നരേന്ദ്രമോദി സർക്കാർ പറഞ്ഞത് കൂടുതൽ സൗകര്യങ്ങളും കൂടുതൽ സജ്ജീകരണം നൽകാൻ വേണ്ടിയാണ് എയർ ഇന്ത്യയെ സ്വകാര്യവൽക്കരിക്കുന്നതെന്നുള്ളതാണ്. പിന്നീടും ഈ എയർ ഇന്ത്യക്കെതിരെ നിരവധി പരാതികൾ വീണ്ടും വരുന്നൊരു സാഹചര്യമാണുള്ളത്. അത് സ്വകാര്യവൽക്കരിക്കുന്നതിന് വേണ്ടി ഒരു ന്യായം പറയുന്നതാണ്. എയർ ഇന്ത്യയുടെ സർവീസിൻ്റെ കുഴപ്പമാണെങ്കിൽ ഏറ്റവും കൂടുതൽ കാലം സർവീസ് നടത്തിയ ഒരു വിമാന സർവീസാണല്ലോ എയർ ഇന്ത്യ. ഏറ്റവും എല്ലാവർക്കും അംഗീകരിക്കുന്ന ഒരു സർവീസാണ്. അതിനെ സ്വകാര്യവൽക്കരിക്കാൻ വേണ്ടി ദുരന്തമുണ്ടാക്കിക്കൊണ്ട് അതൊന്നും സാധ്യതയില്ല. എല്ലാം സ്വകാര്യവൽക്കരിക്കുക എന്നുള്ള നിലപാടാണ് ഗവൺമെൻറ് അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്നത്. അപ്പം അത് ഒരിക്കലും അംഗീകരിക്കേണ്ട കാര്യമല്ല. പരാതി നൽകിയിട്ടുണ്ടോ? ഞങ്ങൾ ഇന്നലെ വാക്കാൽ പരാതി അവിടെ പറഞ്ഞിട്ടുണ്ട്. ബാക്കി കാര്യങ്ങളൊന്നും ആ സമയത്ത് പരാതി നൽകാനുള്ള സമയമൊന്നും അല്ലായിരുന്നു. പരാതി നൽകേണ്ടതാണ്. ചെന്നൈയിൽ നിന്ന് കണക്ഷൻ ഫ്ലൈറ്റ് അത് കേവലം MP മാത്രമല്ല, നമ്മുടെ സാധാരണ ജനങ്ങളെല്ലാം ആശ്രയിക്കുന്നൊരു യാത്രയായിട്ട് ഇപ്പോൾ വിമാന യാത്രകൾ മാറുകയാണ്. ധാരാളം ആളുകൾ MP സംബന്ധിച്ച് ജീവിതത്തിൽ ആദ്യ അനുഭവമായിരിക്കും അല്ലേ? നമ്മളെ പല ഘട്ടങ്ങൾ കണ്ടിട്ടുണ്ട്. പലപ്പോഴും ഈ നമ്മൾ മേഘച്ചുഴിയിലൊക്കെ പെട്ടിട്ടുള്ള അപകടസ്ഥിതിയൊക്കെ നേരത്തെ ഉണ്ടായി. അപ്പം അങ്ങനെ ഒരു വലിയ പാനിക്കാവുന്ന രീതിയിലുള്ള ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്.